ഞാൻ എന്നിട്ട് വീട്ടുകാരെ കൊണ്ട് ഒരു പ്ലാനിങ് ഇല്ലാതെ വയനാടേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. പ്ലാനിങ് ഒന്നും വേണ്ടത് എൻ്റെ വീട്ടുകാർ തന്നെയാണ് പറഞ്ഞത്. കാരണം താൻ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്. എന്നാ പിന്നെ ഞാനും വിചാരിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടൊന്ന് പോയി നോക്കായിരുന്നു. വയനാടെത്തി ആദ്യത്തെ സ്റ്റോപ്പ് ഈ ഒരു ഹെയർ ഓയിൽ കണ്ടിട്ടായിരുന്നു. ആ ഓയിൽ യൂസ് ചെയ്താൽ മുടി വളരും, കറുപ്പ് കളറാകും, താരം പോകുമെന്ന് പറഞ്ഞത് ഉള്ളതാണെങ്കിലും ഇവളിത് വാങ്ങി വെക്കുന്നല്ലാണ്ട് യൂസ് ആക്കില്ലെന്ന് എനിക്കും അറിയാം, വീട്ടുകാർക്കറിയാം. ഇപ്പോൾ ആ ചേച്ചിക്ക് പോലും ഏകദേശം കാര്യം മനസ്സിലായി. എന്തായാലും സാധനം വാങ്ങിച്ചു. എന്നിട്ട് നേരെ നമ്മൾ പോയത് കുറുവ ദ്വീപിലേക്കാണ്. ഇവിടെ എത്തിയിട്ട് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടതെന്ന് വെച്ചിട്ട് ഞാനും ചിഞ്ചും കയാക്കിങ് ചെയ്യാന്ന് വെച്ച്. ഇത് എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് ആ ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഇതിൽ ഇരുത്താനേ അറിയൂ, നിങ്ങൾ എങ്ങനെ വെച്ചാൽ പോയിട്ട് വന്നെന്ന് ആ ചേച്ചിമാർ പറയുന്നത്. കയാക്കിങ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ഞാൻ അവിടെ കഷ്ടപ്പെട്ട് തുഴയുമ്പോൾ ബാക്കിൽ ഇവൾ ജാൻമണിയെ പോലെ ക്യൂട്ട്നെസ് വാരി വരികയാണ്. അത് കഴിഞ്ഞ് കുറച്ചേറെ ചിഞ്ചുനെ കൊണ്ട് തുഴയിപ്പിച്ചു. തുഴഞ്ഞതിന്റെ ക്ഷീണം മാറ്റാൻ അവിടെ നിന്ന് നല്ലൊരു മോരും വെള്ളം കുടിച്ചു, കൂടെ ഉപ്പിലിട്ട് മാങ്ങിയും. ഓഹ്, ഒരു പ്ലാനുമില്ലാതെ വന്നതുകൊണ്ട് സമയം കളയാതെ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു. 900 കണ്ടി. ഇത്ര നേരം ഇവർക്ക് അറിയില്ലായിരുന്നു ഇവർ ഇനി കുറച്ചു നേരത്തെ കേരളാവാൻ പോകുന്ന കാര്യം. എനിക്ക് കുരുങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മുന്നിൽ കയറിയിരുന്നു. അവിടെ 4 ആൾക്ക് 1000 രൂപയുടെ ടിക്കറ്റ് ചാർജ്. ഇവിടെ ഉള്ളത് ഗ്ലാസ് ബ്രിഡ്ജും ട്രീ ഹൗസ് പോലുള്ള സെറ്റപ്പും കാര്യങ്ങളാണ്. എന്തൊക്കെയാണെങ്കിലും വലിയ സേഫ്റ്റി ഒന്നും അതിനില്ല. എന്നാലും അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഓഫ് റോഡാണ്. അത് കഴിഞ്ഞ് നേരെ ചിഞ്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ കഫേ സ്പോട്ടിലേക്കാണ് പോയത്. ഒരു ചെറിയ സെറ്റപ്പിൽ നല്ല അടിപൊളി ആംബിയൻസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഫേയാണ്. നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് ലോഡഡ് ഫ്രൈസും അവരുടെ സ്പെഷ്യലായ ചിക്കൻ റാപ്പാണ്. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് പോയി.